വെൽക്കം ബാക്ക് ടു ഫുഡ് പവലിയൻ. ഇന്ന് തയ്യാറാക്കുന്നത് കടായി ചിക്കനാണ്. നല്ല സ്പൈസി ആയ ഒരു കടായി ചിക്കൻ. സാധാരണ കടായി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് സോസും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ്. എന്നാൽ ഇവിടെ തികച്ചും ഹെൽത്തിയായി അവയെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ കടായി ചിക്കൻ ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നോടിയായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോടൊപ്പമുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം കറുവാപ്പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു ഇവ ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് 4 എടുത്തത്. നിങ്ങളുടെ കയ്യിലുള്ളത് എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു 6 7 എണ്ണ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച 3 സവാള ഇട്ട് കൊടുക്കുന്നു. മീഡിയം സൈസിലുള്ള 3 സവാളയാണ്. നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ വേഗത്തിൽ വഴന്ന് കിട്ടുന്നതാണ്. ഇതിനായി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ശേഷം ഒന്നുകൂടെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇത് തുറന്ന് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ മസാല ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. നന്നായിട്ട് യോജിപ്പിക്കണം. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 3/4 കിലോ ചിക്കനാണിത്. ബ്രോയിലർ ചിക്കനാണ്. ഇനി
ഈ ചിക്കനിൽ മസാല നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുക്ക് ഒരു കുഴി പോലെ ഉണ്ടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഒന്ന് ചെറുതായി ചൂടാക്കിയ ശേഷം മൊത്തത്തിൽ മിക്സ് ചെയ്യണം. ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോകരുത്. മുളക് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി പ്യൂരി, ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ 2 വലിയ തക്കാളി കുരുവോ തൊലിയോ കളയാതെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഈ തക്കാളി ചാറിൽ കിടന്ന് വേണം ഈ ചിക്കൻ വേവാനായിട്ട്. വെന്ത് ഇതിലെ ജലാംശമൊക്കെ വറ്റി വരുമ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഏകദേശം റെഡിയാവും. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി പകുതി കാശ്മീരിയും പകുതി സാദാ മുളകും കൂടി കൂട്ടി പൊടിച്ചെടുത്തതാണ്. അപ്പം മുഴുവനും സാദാ മുളകാണെങ്കിൽ എരിവ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടുകൊണ്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി കടായി ചിക്കൻ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. പൊറോട്ട, ചപ്പാത്തി, വെള്ളപ്പം, ഗീ റൈസ് എന്നിവയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.